പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് സിബിഐ. തിരോധാന കേസിൽ കേരളത്തിലെയും പുറത്തെയും മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു. ഇവിടെ നിന്ന് തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നും ജസ്ന മരിച്ചതിന് തെളിവില്ലെന്നും സിബിഐ. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ജസ്ന തിരോധാന കേസിൽ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് സിബിഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ എങ്ങനെ കാണണം അതിനെ? പൂർണ്ണമായിട്ടും ക്രൈംബ്രാഞ്ചിന്റെ ചില നിഗമനങ്ങളെ ഒക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് സിബിഐ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ജസ്ന എവിടെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് സൂചന ലഭിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് സിബിഐ തള്ളിയിട്ടുള്ളത്. അതായത് ജസ്നയെ കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടില്ല, ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല, ജസ്ന മതപരിവർത്തനവും നടത്തിയിട്ടില്ല. കേരളത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളിൽ സിബിഐ പരിശോധന നടത്തിയിരുന്നു. പൊന്നാനി, ആര്യ സമാജം അടക്കമുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തി. എന്നാൽ തെളിവുകൾ ലഭിച്ചില്ല. മാത്രമല്ല, ക്രൈംബ്രാഞ്ച് സൂചന ലഭിച്ചു എന്ന് പറയപ്പെടുന്ന തമിഴ്നാട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം കർണാടകത്തിലും മുംബൈയിലും അന്വേഷിച്ചു. അവിടങ്ങളിൽ നിന്നൊന്നും ജസ്ന അവിടെ ചെന്നതായിട്ടുള്ള അല്ലെങ്കിൽ ജസ്ന അവിടെ ഉള്ളതായോ ഉള്ള തരത്തിലുള്ള ഒരു തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സിബിഐ പറയുന്നത്. മാത്രമല്ല, ജസ്നയെ ഏതെങ്കിലും തരത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു കോവിഡ് കാലം. അക്കാലത്ത് ജസ്ന കോവിഡ് വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായിട്ടോ ഉള്ള തെളിവ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത, അതായത് 2018 ശേഷം ജസ്ന കാണാതായതിനു ശേഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു. പരിശോധിച്ചതിൽ യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചില്ല. ഒപ്പം തന്നെ കേരളത്തിലെ സൂയിസൈഡ് പോയിന്റുകളിലും അന്വേഷണം നടത്തിയിട്ടുണ്ടായി. ജസ്ന ആത്മഹത്യ ചെയ്തിരിക്കാമെന്നൊക്കെയുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പക്ഷെ എന്നിട്ടും തെളിവുകളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പിതാവിനെയും സുഹൃത്തിനെയും, ജസ്നയുടെ പിതാവിനെയും സുഹൃത്തിനെയും BEOS ടെസ്റ്റിന് വിധേയമാക്കുകയുണ്ടായി. അവർ നൽകിയ മൊഴിയെല്ലാം സത്യമാണ് എന്നുള്ളതാണ് ഈ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് പിന്നീട് ജസ്നയെ കണ്ടെത്താൻ വേണ്ടി സിബിഐ ഇന്റർപോളിന്റെ സഹായം തേടുന്നത്. അതിനു പിന്നാലെയാണ് ഇന്റർപോൾ വഴി 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കുന്നത്. ഇന്റർപോളിൽ നിന്നോ യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതിയിൽ സിബിഐ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ 19-ാം തീയതി കോടതി വിശദമായിട്ടുള്ള വാദം കേൾക്കും. അന്ന് എന്തെങ്കിലും തരത്തിൽ ജസ്നയുടെ കുടുംബത്തിൽ നിന്നൊരു ഒബ്ജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും റിപ്പോർട്ട് അംഗീകരിക്കാതെയുള്ള നടപടികളിലേക്ക് കോടതി പോവുക. അതല്ലാത്ത പക്ഷം ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയും അന്വേഷണം അവസാനിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാരിഷ, ഹരി, കഴിഞ്ഞ ദിവസമാണ് സിബിഐ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്, റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഇന്നാണ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആയിട്ടുള്ള കാര്യവും. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം ജസ്നയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് എത്തരത്തിലും ഉള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? നിലവിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷെ എങ്കിൽ പോലും കോടതി ഇവർക്ക് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ സ്വാഭാവിക നടപടിക്രമം എന്നോണമാണ്. അതായത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ പറയുന്ന ആൾ ഇപ്പോൾ തിരോധാനമായതുകൊണ്ട് തന്നെ ജസ്നയുടെ കുടുംബവുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ നടപടിക്രമം. അതുകൊണ്ട് തന്നെ അവർ ആ നോട്ടീസിന് മറുപടി നൽകണം. ആ മറുപടി 19-ാം തീയതി കോടതി പരിശോധിക്കും. ആ മറുപടി ഈ അന്വേഷണം അവസാനിപ്പിക്കരുത് എന്നുള്ള ആവശ്യപ്രകാരമാണ് ആ മറുപടി നൽകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി തുടരന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ സംഘത്തിനോ ഇത് കൈമാറാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കുടുംബത്തിന്റെ മറുപടി വളരെ നിർണായകമാണ് ഈ കേസിൽ. അന്വേഷണം അവസാനിപ്പിക്കണോ തുടരണോ എന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന്റെ മറുപടി വളരെ അത്യന്താപേക്ഷിതമായതിനാലാണ് കോടതി ഇത്തരത്തിൽ അവരോട് വിവരങ്ങൾ തിരക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മറുപടി വരുന്ന മുറയ്ക്കായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. എന്തായാലും 19-ാം തീയതി അന്വേഷണം അവസാനിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം ടോമിൻ തച്ചങ്കരി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, ടോമിൻ തച്ചങ്കരി ജസ്നയെ കണ്ടെത്താൻ സാധിക്കുമെന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം തള്ളുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളോ സൂചനകളോ ഒന്നും തന്നെ ജസ്നയുടെ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സിബിഐ പറയുന്നത്. അതായത് ജസ്ന മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 5 വർഷമായിട്ട് നിലനിൽക്കുന്ന അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ 5 വർഷമായിട്ട് പോലും ജസ്ന എവിടെയാണെന്നോ അല്ലെങ്കിൽ മരിച്ചെന്നോ ഉള്ള തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സൂചനകളും CBIക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ